ഓഗസ്റ്റ് 1 ലോക ലങ് ക്യാൻസർ ഡേ ആയിരുന്നു. അതായത് ലങ്സിൽ ശ്വാസകോശത്തിൽ ഉണ്ടാകുന്ന അർബുദത്തിൻ്റെ ക്യാൻസറിനെ കുറിച്ചുള്ള അവബോധം ഉണർത്താനായിട്ട് നിശ്ചയിച്ചിരിക്കുന്ന ദിവസമാണ് ഓഗസ്റ്റ് 1. അപ്പം ലങ് ക്യാൻസർ നമ്മൾ വിചാരിക്കും നമുക്ക് ഏറെക്കുറെ എല്ലാവർക്കും തന്നെ അറിയാം, സ്മോക്കിംഗ് അല്ലെങ്കിൽ പുകവലി എന്നുള്ളത് അതിനൊരു പ്രധാന കാരണമാണ്. അപ്പം നമ്മൾ പുകവലിക്കുന്നത് ഒരു കാരണമാകാം. നമ്മുടെ സമീപത്തുള്ള നിരന്തരമായി കോണ്ടാക്റ്റുള്ള വ്യക്തികൾ പുകവലിക്കുന്ന പാസീവ് സ്മോക്കിംഗ് പോലും ഇതിനൊരു റിസ്ക് ഫാക്ടർ ആവാം. അതിനോടൊപ്പം തന്നെ ചിലർ പറയാറുണ്ട്, ഈ സിഗരറ്റ്സ് സേഫ് ആണല്ലോ. അല്ല, ഈ സിഗരറ്റ്സും ലങ് ക്യാൻസറിൻ്റെ റിസ്ക് കൂട്ടുന്നു എന്ന് തന്നെയാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ എല്ലാ പുകയില ഉൽപ്പന്നങ്ങളും, പ്രത്യേകിച്ച് സ്മോക്ഡ് ആയിട്ടുള്ള പുകയില ഉൽപ്പന്നങ്ങൾ, അതോടൊപ്പം തന്നെ ജോലി, നമ്മുടെ ഓക്യുപ്പേഷണൽ എക്സ്പോഷർ എന്ന് പറയും, അതായത് നമ്മൾ ചെയ്യുന്ന ജോലികൾ, ചില ഇൻഡസ്ട്രീസ്, ഒരുപാട് പുകയടിക്കുന്ന ഇൻഡസ്ട്രീസ്, അല്ലെങ്കിൽ നിരന്തരമായി കൺസ്ട്രക്ഷൻ സൈറ്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇവയ്ക്കൊക്കെ തന്നെ ഈ പൊല്യൂഷൻ്റെ എക്സ്പോഷർ കൊണ്ട് അല്ലെങ്കിൽ ബാഹ്യമായിട്ട് വരുന്ന ഈ കണികകൾ കൊണ്ട് ലങ് ക്യാൻസറിനുള്ള സാധ്യത കൂടുന്നു. അതുപോലെ തന്നെ മറ്റ് രോഗങ്ങളുള്ള, ശ്വാസകോശ സംബന്ധിയായിട്ടുള്ള മറ്റ് രോഗങ്ങൾ, അതായത് COPD പോലെയുള്ള രോഗങ്ങൾ, പണ്ട് TB വന്ന് മാറിയിട്ട് ആ ഒരു മുറിവ് അല്ലെങ്കിൽ ആ ഒരു സ്കാർ ഉള്ള ആൾക്കാർ, ഇവർക്കെല്ലാവർക്കും തന്നെ ലങ് ക്യാൻസറിനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ വീട്ടിൽ ആർക്കെങ്കിലും ലങ് ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ ലങ് ക്യാൻസർ കുറച്ചുകൂടെ ചെറുപ്പത്തിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് പുകവലി ഉള്ളവർക്ക് മാത്രമല്ല, പുകവലിക്കാത്തവർക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പോലും ലങ് ക്യാൻസറിനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ സാധാരണയായിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് വിട്ടുമാറാത്ത ചുമച്ച് കഫം തുപ്പുമ്പോൾ രക്തമയം ഉണ്ടാകുക, അല്ലെങ്കിൽ കൂടിക്കൂടി വരുന്ന ഒരു ആയാസം, അതുപോലെ തന്നെ മറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ലക്ഷണങ്ങൾ, വിശപ്പില്ലായ്മ, ഭാരം കുറയുക, ഇവയെല്ലാം തന്നെ ലങ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളാകാം. അതിനോടൊപ്പം അടിക്കടി സോഡിയം കുറഞ്ഞു പോകുക, അല്ലെ കാൽസ്യത്തിൻ്റെ ലെവലിൽ വരുന്ന വ്യതിയാനങ്ങൾ, ഇവയെല്ലാം തന്നെ ഒരു ഇൻഡയറക്റ്റ് ഇൻഡിക്കേറ്റേഴ്സ്, അതായത് അപ്രത്യക്ഷമായിട്ട് നിൽക്കുന്ന ക്യാൻസറിനെ സൂചിപ്പിക്കുന്ന ചില കാരണങ്ങളാവാം. അപ്പം ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ടെസ്റ്റുകളിൽ കണ്ടുപിടിക്കുന്നെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിന് മുന്നോട്ടുള്ള പരിശോധനകൾ നടത്തേണ്ടതാണ്. ലോ ഡോസ് CT, അതായത് ചെറിയൊരു ഡോസ് റേഡിയേഷൻ കൊടുത്തുകൊണ്ടുള്ള CT സ്കാനിലൂടെ നമുക്ക് വളരെ വേഗത്തിൽ ഈ ലങ് ക്യാൻസർ അല്ലെങ്കിൽ ശ്വാസകോശത്തിൻ്റെ അർബുദം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. എക്സ്റേയിൽ തന്നെ ഒരുപക്ഷെ ചെറിയൊരു ഇൻഡിക്കേഷൻ കിട്ടിയെന്ന് വരാം. പക്ഷേ അതില്ല എങ്കിൽ, അല്ലെങ്കിൽ അതിലൊരു സംശയം സ്ഥിരീകരിക്കപ്പെടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലോ ഡോസ് CT ചെയ്യാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ക്യാൻസർ സ്ക്രീനിങ് എന്നുള്ള ഒരു ആശയം ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട്. ചില ക്യാൻസേഴ്സ് നമുക്ക് ഒഴിവാക്കാവുന്ന ക്യാൻസേഴ്സ്, നേരത്തെ കണ്ടുപിടിക്കാവുന്ന ക്യാൻസേഴ്സ്, ഉദാഹരണത്തിന് ഗർഭാശയകളത്തിൻ്റെ ക്യാൻസർ അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ, ഇവയ്ക്കെല്ലാം നമ്മൾ സ്ക്രീനിങ് അടിക്കടിയായിട്ട് പറയാറുണ്ട്. അതുപോലെ തന്നെ പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസർ, അതുപോലെ തന്നെ ഹൈ റിസ്ക് ഇൻഡിവിജ്വൽസ്, ഇത്തരത്തിലുള്ള പൊല്യൂഷന് എക്സ്പോഷർ ഉണ്ടായിട്ടുള്ളവർ, പുകവലിക്കാർ, അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ മുമ്പ് TBയോ മറ്റ് ശ്വാസകോശ രോഗങ്ങളോ ഉണ്ടായിട്ടുള്ള ആൾക്കാർ, അവരിലെല്ലാം ഒരു ലങ് ക്യാൻസർ സ്ക്രീനിങ് നടത്തി നേരത്തെ ഈ ശ്വാസകോശ അർബുദം കണ്ടുപിടിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം അങ്ങനെയുള്ള അവസ്ഥകളിൽ നമുക്ക് ചികിത്സിച്ച് ഭേദപ്പെടുത്താനോ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ആയുസ് നീട്ടിക്കൊടുക്കാനോ സാധിക്കാറുണ്ട്. അതായത് സാധാരണയായിട്ടും പെട്ടെന്ന് ഗുരുതരമാവുന്ന രോഗത്തിൻ്റെ തീവ്രത നമുക്കൊന്ന് കുറയ്ക്കാൻ സാധിക്കാറുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ അടയാളങ്ങൾ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഹൈ റിസ്ക് ഗ്രൂപ്പിൽ പെടുന്നവർ ഒക്കെ തന്നെ ഒരു ക്യാൻസർ സ്ക്രീനിങ്ങിന് മുതിരേണ്ടതാണ്.